Welcome to a new video on Theory of Consumer Behavior, Part 1, the Cardinal Utility Theory. Theory of Consumer Behavior. What is the importance of consumer behavior in economics? നമുക്കറിയാം നമ്മുടെ ട്രഡീഷണൽ തിയറി ഓഫ് ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ദ എക്സാമിനേഷൻ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അതിൻ്റെ കാരണം നമ്മൾ പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഡിമാൻഡ് അറിയാൻ പറ്റുള്ളൂ. നമുക്കറിയാം കൺസ്യൂമർ എന്ന് പറയുന്നത് റാഷണൽ ആയിട്ടുള്ളൊരു ബീയിങ് ആണ്. അതായത് വിത്ത് എസ് ലിമിറ്റഡ് ഇൻകം ആൻഡ് ദ ഗിവൺ പ്രൈസസ് ഓഫ് ദ കമോഡിറ്റീസ് ഇൻ ദ മാർക്കറ്റ് ഹി ഓൾവേസ് ട്രൈ ടു മാക്സിമൈസ് ദ യൂട്ടിലിറ്റി ഓർ ദ പോസിബിൾ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഡിഫറെൻറ്റ് കമോഡിറ്റീസ്. അതിനെയാണ് നമ്മൾ ആക്സിയം ഓഫ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ഓർഡർ ടു അറ്റൈൻ ദിസ് ഒബ്ജക്റ്റീവ്, അതായത് യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ബി ഏബിൾ ടു കമ്പയർ ദ യൂട്ടിലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഗുഡ്സ് അവൈലബിൾ ടു ഹിം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവൈലബിൾ ആയിരിക്കുന്ന ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിൻ്റെ യൂട്ടിലിറ്റീസ് കമ്പയർ ചെയ്താൽ മാത്രമേ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ യൂട്ടിലിറ്റി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ബേസിക്കായിട്ട് രണ്ട് അപ്രോച്ചുകൾ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് കാർഡിനലിസ്റ്റ് അപ്രോച്ചും ഒന്ന് ഓർഡിനലിസ്റ്റ് അപ്രോച്ചുമാണ്. അപ്പോൾ കാർഡിനലിസ്റ്റ് സ്കൂളിൽ പറയുന്നത് യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വി ആർ മെഷറിങ് യൂട്ടിലിറ്റി ഇൻ ടേംസ് ഓഫ് മണി. മോണിറ്ററി യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് യൂട്ടിൽസ്. അത് സബ്ജക്റ്റീവ് യൂണിറ്റ്സ് ആണ് യൂട്ടിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് മെയിൻലി ആട്രിബ്യൂട്ടഡ് ടു ഗോസൻ, ജെവോൺസ് ആൻഡ് വോൾറസ്. ആസ് ഡിഫറെൻറ്റ് ഫ്രം ദ കാർഡിനലിസ്റ്റ് സ്കൂൾ, ഓർഡിനലിസ്റ്റുകൾ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി ഈസ് നോട്ട് മെഷറബിൾ. നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. മറിച്ച് നമുക്ക് എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് നമുക്ക് വി ക്യാൻ ഓർഡർ ഇറ്റ് ബൈ ദ പ്രിഫറൻസസ് വി ഹാവ് ഫോർ ദം. മെയിനായിട്ടുള്ള ഓർഡിനൽ തിയറീസ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചും റിവീൽ പ്രിഫറൻസ് ഹൈപ്പോത്തിസിസുമാണ്. തിയറി ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി, അത് നമുക്ക് അതിൻ്റെ അസംഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, റാഷണാലിറ്റി. റാഷണാലിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ വിത്ത് ദ ഗിവൺ ഇൻകം കൺസ്ട്രെയിൻറ്റ് ആൻഡ് ദ പ്രൈസസ് ഓഫ് ദ കമോഡിറ്റീസ് ദ കൺസ്യൂമർ ഓൾവേസ് ട്രൈ ടു മാക്സിമൈസസ് യൂട്ടിലിറ്റി. സെക്കൻഡ് വൺ, കാർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ യൂട്ടിലിറ്റി അനുസരിച്ച് നമുക്ക് ഓരോ കമോഡിറ്റീസിൻ്റെയും യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? മണി എന്ന് പറയുന്ന ഒരു മെഷറിംഗ് റോഡ് വെച്ചിട്ടാണ് നമ്മളത് മെഷർ ചെയ്യുക. ഇനി മൂന്നാമത്തെ അസംഷൻ, കോൺസ്റ്റൻറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി. ഇത് പറയുന്നത് ഇതാണ്, അതായത് ഇപ്പോൾ നമ്മൾ മണി എന്ന് പറയുന്ന ഒരു മെഷറിംഗ് റോഡാണ് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇഫ് ദ ഇൻകം ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദ മെഷറിംഗ് റോഡ് ഫോർ യൂട്ടിലിറ്റി ബിക്കംസ് ലൈക്ക് ആൻ ഇലാസ്റ്റിക് റൂളർ ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ മെഷർമെൻറ്റ്. ദെൻ ഫോർത്ത് അസംഷൻ, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്ന ഇതാണ്, ഇപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിയുടെ കൂടുതൽ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അഡീഷണൽ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ആക്സിയം ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അസംഷൻ, ദ ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ് ഡിപ്പെൻഡ് ഓൺ ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ കമോഡിറ്റീസ്. ഇത് ശരിക്കും അഡിറ്റിവിറ്റിയാണ്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ദ യൂട്ടിലിറ്റി ഡിറൈവ് ഫ്രം ഡിഫറെൻറ്റ് കമോഡിറ്റീസ്. നമ്മൾ എന്തൊക്കെ കമോഡിറ്റീസ് കൺസ്യൂം ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ യൂട്ടിലിറ്റി കൂട്ടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ താഴെ കാണിച്ചേക്കുന്ന ഫംഗ്ഷൻ യു ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് x1 ടു xn. അതായത് ഇപ്പോൾ x1 തൊട്ട് xn വരെയുള്ള കമോഡിറ്റീസ് ഒരു ബണ്ടിൽ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? ആ ബണ്ടിലുള്ള കമോഡിറ്റീസിൻ്റെ എല്ലാം കൂടെ യൂട്ടിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അഡിറ്റിവിറ്റിയിൽ വേറൊരു കാര്യം കൂടെ ക്ലിയർ ആണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇൻഡിപെൻഡൻറ്റ് യൂട്ടിലിറ്റീസ് ഓഫ് ദ വേരിയസ് കമോഡിറ്റീസ് ഇൻ ദ ബണ്ടിൽ. അതായത് ആ ബണ്ടിലുള്ള കമോഡിറ്റീസിൻ്റെയൊക്കെ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ ലേറ്റർ ഓൺ ഈ അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞ അസംഷൻ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ ലേറ്റർ വേർഷൻസിൽ ഡ്രോപ്പ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. നൗ വി ക്യാൻ സീ ഹൗ എ കൺസ്യൂമർ അറ്റെയിൻസ് ഇസ് ഇക്വിലിബ്രിയം പൊസിഷൻ. എങ്ങനെയാണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുക? ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന ഒരു സിമ്പിൾ മോഡലാണ് വിത്ത് എ സിംഗിൾ കമോഡിറ്റി എക്സ്.
ദ കൺസ്യൂമർ ക്യാൻ ഈതർ ബൈ എക്സ് ഓർ റീറ്റെയിൻ എസ് മണി ഇൻകം വൈ. ഒന്നുകിൽ കൺസ്യൂമറിന് അദ്ദേഹത്തിൻ്റെ മണി ഇൻകം ആയിട്ടുള്ള വൈ എന്ന് പറയുന്നതാണ് മണി ഇൻകം, ആ വൈ റീറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ആ വൈ ഉപയോഗിച്ച് ഒരു കമോഡിറ്റി, ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി എക്സ് വാങ്ങാം. അപ്പം ഈ കണ്ടീഷൻസിൽ ദ കൺസ്യൂമർ ഇസ് സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം വെൻ ദ മാർജിനൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം എക്സ് ഇസ് ഈക്വൽ ടു ദ പ്രൈസ് ഓഫ് എക്സ്. അദ്ദേഹം ആ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിക്ക് കൊടുക്കുന്ന പ്രൈസും അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ദ കൺസ്യൂമർ ഇസ് സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. And if the marginal utility of x is greater than the price of x, he can increase his welfare by purchasing more units of x. And if the marginal utility of x is less than that of the price of the commodity, then the consumer can increase his total satisfaction by cutting down the quantity of x and keeping more of his income unspent. Thus, it is clear that consumer is said to be in equilibrium when the marginal utility of x is equal to price of x. ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു സിംഗിൾ കമോഡിറ്റി എക്സിൻ്റെ കാര്യമായിരുന്നു. ഇനി നമുക്ക് ആ മോഡൽ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇഫ് ദർ ആർ മോർ കമോഡിറ്റീസ്, ഒരുപാട് കമോഡിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ സ്റ്റേറ്റ് ചെയ്യുക. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് സ്റ്റേറ്റഡ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇസ് ഈക്വൽ ടു അങ്ങനെ എൻ വരെ, ദാറ്റ് ഇസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എൻ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് എൻ. Here it is clearly stated that the utility derived from spending an additional unit of money must be the same for all the commodities. And if the consumer gets greater utility from any one commodity, എങ്ങനെയായിരിക്കും അയാൾക്ക് വെൽഫെയർ കൂട്ടാൻ പറ്റുന്നത്? ഏത് കമ്മോഡിറ്റിയിൽ നിന്നാണോ കൂടുതൽ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത്, അദ്ദേഹത്തിന് ഇൻകത്തിൻ്റെ ഒരു മേജർ പോർഷൻ ആ കമ്മോഡിറ്റിയിൽ സ്പെൻഡ് ചെയ്യാം. He can spend more on the commodities that gives him greater utility and less on the others until the above equilibrium condition is fulfilled. Now we can see the mathematical derivation of the equilibrium of the consumer. We are going to prove marginal utility of x is equal to price of x. അതിന് നമുക്ക് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് തുടങ്ങാം. നമുക്കറിയാം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദ ക്വാണ്ടിറ്റി ദാറ്റ് വി കൺസ്യൂം. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ നിന്നാണല്ലോ നമുക്ക് യൂട്ടിലിറ്റി കിട്ടുന്നത്, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് യൂട്ടിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ് എസ് എ ഫംഗ്ഷൻ ഓഫ് ദ ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ഓഫ് ദ പെർട്ടിക്കുലർ കമോഡിറ്റി എക്സ്. എക്സ് എന്ന് പറയുന്ന കമോഡിറ്റിയുടെ ക്വാണ്ടിറ്റി എത്രയാണോ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അതിൻ്റെ ഫംഗ്ഷനാണ് യൂട്ടിലിറ്റി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യൂട്ടിലിറ്റി ഇസ് ഈക്വൽ ടു യു ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ക്യു എക്സ്. ഇവിടെ നമ്മൾ യൂട്ടിലിറ്റി മോണിറ്ററി ടേംസിലാണ് മെഷർ ചെയ്തേക്കുന്നത്. ഇഫ് ദ കൺസ്യൂമർ ബൈസ് ക്യു എക്സ് ഹിസ് എക്സ്പെൻഡിച്ചർ ഇസ് ക്യു എക്സ് പി എക്സ്, അതായത് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുകയാണ്. അപ്പം എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ക്യു എക്സ് ഇൻറ്റു പി എക്സ്. അതുപോലെ തന്നെ നമുക്കറിയാം കൺസ്യൂമർ ഇസ് എ റാഷണൽ ബീയിങ് ആൻഡ് ഹി സീക്സ് ടു മാക്സിമൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ് യൂട്ടിലിറ്റി ആൻഡ് ഹിസ് എക്സ്പെൻഡിച്ചർ. അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റിയും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. അതാണ് യു മൈനസ് പി എക്സ് ക്യു എക്സ് താഴെ എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് മാക്സിമയുടെ നെസസറി കണ്ടീഷൻ അറിയാം, അതായത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് നമ്മൾ മുകളിൽ എഴുതിയേക്കുന്ന ഫംഗ്ഷനെ നമ്മൾ മാക്സിമയുടെ കണ്ടീഷൻ അനുസരിച്ച് ഇസ് ഈക്വൽ ടു 0 വെച്ചിട്ട് താഴെ എഴുതിയേക്കാണ്. അതുപോലെ വി ഹാവ് ടേക്കൺ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ക്യു എക്സ്. അപ്പോൾ നമുക്ക് ഡോ യു ബൈ ഡോ ക്യു എക്സ് മൈനസ് ഡോ പി എക്സ് ക്യു എക്സ്. പി എക്സ് ക്യു എക്സ് എന്തുകൊണ്ടാണ് എഴുതിയത്? കാരണം നമ്മൾ പിന്നെ കൺസ്യൂമറിൻ്റെ എക്സ്പെൻഡിച്ചറാണ് അവിടെ കാണിച്ചേക്കുന്നത് ക്യു എക്സ് പി എക്സ് വഴി ഡിവൈഡഡ് ബൈ ഡോ ക്യു എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡോ യു ഡിവൈഡഡ് ബൈ ഡോ ക്യു എക്സ് ഇസ് ഈക്വൽ ടു പി എക്സ് എന്ന് കിട്ടും. ഓർ വി ക്യാൻ സിംപ്ലി റൈറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് എക്സ് പി എക്സ്. Now let's derive the demand curve of the consumer. അപ്പോൾ കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് കർവിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ആക്സിയം ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ അസംഷൻസ് നോക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു വാട്ട് ഇസ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ കമോഡിറ്റിയുടെ കൂടുതൽ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യും തോറും അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ആക്സിയം ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ലോയിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുക. ഇവിടെ ഫിഗർ എയിലേക്ക് നോക്കുക. ഫിഗർ എയിൻ്റെ എക്സ് ആക്സിസിൽ കാണിക്കുന്നത്
എക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ അളവുകളാണ്. ക്വാണ്ടിറ്റി ഓഫ് ദ കമോഡിറ്റി എക്സ് കൺസ്യൂംഡ്. അതുപോലെ വൈ ആക്സിസിൽ കാണിക്കുന്നത് ഈ പെർട്ടിക്കുലർ കമോഡിറ്റിയുടെ ഓരോ യൂണിറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതോറും നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് യു എക്സ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് അവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഫിഗറിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ. ആദ്യത്തെ ഒരു ഫേസിൽ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ഡിക്രീസിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് അപ് ടു ദ ക്വാണ്ടിറ്റി എക്സ്. എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വരെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ആ എക്സിൽ എത്തുമ്പോൾ അത് 0 ആകും. എക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിക്ലൈൻ ചെയ്യും. ഇനി നമുക്ക് ഈ ടോട്ടൽ യൂട്ടിലിറ്റി കർവിന് തന്നെ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെപ്പിക്റ്റഡ് ബൈ എ ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. അതിൽ തന്നെ ചെറിയ ചെറിയ ലൈൻസ് നമുക്ക് കാണാം. അപ്പോൾ അതാണ് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റിയെ കാണിക്കുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫിഗർ ബിയിലേക്ക് നോക്കുക. ഫിഗർ ബിയിൽ നമ്മൾ കാണിച്ചേക്കുന്നത് എക്സ് ആക്സിസിൽ ക്യു എക്സ് ആണ്. അതുപോലെ വൈ ആക്സിസിൽ ഈ പെർട്ടിക്കുലർ കമോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി ആണ് MUX. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ മാർജിനൽ യൂട്ടിലിറ്റി കർവിന് 2 സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഒന്നൊരു പോസിറ്റീവ് സെഗ്മെൻറ്റും ഒന്നൊരു നെഗറ്റീവ് സെഗ്മെൻറ്റും ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ബിയോണ്ട് എക്സ് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ യൂട്ടിലിറ്റി വിൽ ബി കമ്മിങ് ഡൗൺ. അക്കോർഡിംഗ്ലി ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഓൾസോ ഡിക്ലൈൻസ് കണ്ടിന്യൂസ്ലി ആൻഡ് ബിക്കംസ് നെഗറ്റീവ് ബിയോണ്ട് ദ ക്വാണ്ടിറ്റി എക്സ്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കർവിന് എന്ത് സംഭവിക്കും? ബിയോണ്ട് എക്സ് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായി പോവും. കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണ് ഇഫ് ദിസ് മാർജിനൽ യൂട്ടിലിറ്റി ഇസ് മെഷേർഡ് ഇൻ ദ മോണിറ്ററി യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ദ ഡിമാൻഡ് കർവ് ഫോർ എക്സ് ഇസ് ഐഡൻറ്റിക്കൽ ടു ദ പോസിറ്റീവ് സെഗ്മെൻറ്റ് ഓഫ് ദ മാർജിനൽ യൂട്ടിലിറ്റി കർവ്. ഈ മാർജിനൽ യൂട്ടിലിറ്റി കർവിൻ്റെ പോസിറ്റീവ് സെഗ്മെൻ്റ് ആണ് നമ്മുടെ ഡിമാൻഡ് കർവായിട്ട് വരിക. ഡിമാൻഡ് കർവ് ഫോർ എക്സ്. ഇനി അതെങ്ങനെയാണ് ഡിമാൻഡ് കർവ് ആവുന്നതെന്ന് നമുക്ക് പറയാം. പാർട്ട് സിയിലേക്ക് നോക്കുക. സി എന്ന് പറയുന്ന ഡയഗ്രത്തിലേക്ക് നോക്കുക. അവിടെ കാണിച്ചേക്കുന്നത് ആ എക്സ് എന്ന് പറയുന്ന കമോഡിറ്റിയുടെ ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും കൺസ്യൂമറിന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ OX1 കൺസ്യൂം ചെയ്യുമ്പോൾ കൺസ്യൂമറിന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് MU1 ആണ്. പിന്നെ അതിൻ്റെ ഒരു അഡീഷണൽ യൂണിറ്റും കൂടെ കൺസ്യൂം ചെയ്യുമ്പോൾ അതായത് X2 വരെ എത്തിക്കഴിയുമ്പോൾ അയാളുടെ യൂട്ടിലിറ്റി അവിടെ കുറയുകയാണ്. മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞ് MU2ലേക്ക് വരികയാണ്. അതുപോലെ നമുക്ക് അങ്ങനെ ഓരോ പോയിൻറ്റ്സും മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് ഡിമാൻഡ് കർവിലേക്ക് എത്തുക എന്ന് നോക്കാം. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാവുന്ന ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ കമോഡിറ്റി ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. അപ്പം നമ്മൾ ആ പാർട്ട് സിയിലേക്ക് നോക്കുക. സി എന്ന് പറയുന്ന ഡയഗ്രത്തിലേക്ക് നോക്കുക. അറ്റ് X1 ദ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് MU1. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് ദിസ് ഇസ് ഈക്വൽ ടു P1 ബൈ ഡെഫിനിഷൻ അല്ലേ. അപ്പോൾ MU1 എന്ന് പറയുന്നത് P1 തുല്യമാണ്. MU1 ഇസ് ഈക്വൽ ടു P1. അപ്പോൾ MU2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു P2. അങ്ങനെ നമുക്ക് MUവിൻ്റെ ഓരോ പോയിൻറ്റ്സും പ്രൈസുമായിട്ട് ബൈ ഡെഫിനിഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പോയിൻറ്റ്സിനെ എല്ലാം കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിമാൻഡ് കർവ് കിട്ടുക. Thus we can say that demand curve is the positive segment of the marginal utility curve. ഇവിടെ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി കർവിൻ്റെ നെഗറ്റീവ് സെഗ്മെൻറ്റ് എടുക്കില്ല. കാരണം നെഗറ്റീവ് ക്വാണ്ടിറ്റീസ് നമുക്ക് ഇറ്റ് ഡു നോട്ട് മേക്ക് സെൻസ് ഇൻ എക്കണോമിക്സ്. നെഗറ്റീവ് ക്വാണ്ടിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. വി ഓൺലി കൺസിഡർ ദ പോസിറ്റീവ് ക്വാണ്ടിറ്റീസ്. Criticism of cardinal utility theory. First one, the satisfaction derived from various commodities cannot be measured objectively. നമുക്കറിയാം ഈ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയുന്നത് പ്യുവർലി ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അതെപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ ദ അറ്റംപ്റ്റ് ബൈ വോൾട്ടേഴ്സ് ടു യൂസ് സബ്ജക്റ്റീവ് യൂണിറ്റ്സ് കോൾഡ് യൂട്ടിൽസ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ഡസ് നോട്ട് പ്രൊവൈഡ് എനി സാറ്റിസ്ഫാക്ടറി സൊല്യൂഷൻ. സെക്കൻഡ് വൺ, ദ അസംപ്ഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് ഓൾസോ അൺറിയലിസ്റ്റിക്. കാരണം ഇപ്പോൾ ഇൻകം കൂടുമ്പോഴോ കുറയുമ്പോഴോ ഒക്കെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ചേഞ്ച് ചെയ്യില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ചേഞ്ച് ചെയ്യും. ദസ് മണി കനോട്ട് ബി യൂസ്ഡ് ആസ് എ മെഷറിംഗ് റോഡ് സിൻസ് ഇറ്റ്സ് ഓൺ യൂട്ടിലിറ്റി ചേഞ്ചസ്.
And finally, the axiom of diminishing marginal utility has been established from introspection. It's a psychological law which must be taken for granted. അതുപോലെ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഈ ഒരു പെർട്ടിക്കുലർ ആക്സിയം എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷനിൽ നിന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അതായത് ഓരോ ആൾക്കാരുടെയും സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പിന്നെ എക്സ്പീരിയൻസ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് പിന്നെ കൃത്യമാണെന്ന് പറയാൻ പറ്റില്ല.